അപ്പോസ്തലനായ പൗലോസ് അദ്ദേഹത്തെപ്പറ്റി പറയുന്ന ഒരു വിശേഷണ പദം അദ്ദേഹം ജാതികളുടെ അപ്പോസ്തലനാണെന്ന്. അതായത് തൻ്റെ പ്രവർത്തന മണ്ഡലം അത് വിജാതികളായിരിക്കുന്ന ആളുകളുടെ ഇടയിലായിരുന്നു. അപ്പോൾ അവരുടെ ഇടയിൽ കടന്നു എന്ന് സുവിശേഷം അറിയിച്ച അപ്പോസ്തലനായ പൗലോസ് അദ്ദേഹം കടന്നുപോയ പാതകളൊക്കെയും വളരെയധികം ദുർഘടം പിടിച്ച വിശ്വാസ ത്യാഗം സംഭവിക്കപ്പെടാൻ സാധ്യതയുള്ള ആളുകളുടെ ഇടയിലൂടെയാണ് കടന്നു പോകുവാൻ ഇടയായി തീർന്നത്. എന്നാൽ അവിടെയൊന്നും പൗലോസ് അപ്പോസ്തലൻ തൻ്റെ വിശ്വാസം ത്യജിക്കപ്പെട്ടില്ല. തൻ്റെ ജീവിതത്തിൽ പലപ്പോഴും പലവിധമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പീഡനങ്ങളും ഒക്കെയും ഉണ്ടാകുന്ന സാഹചര്യത്തിലും തൻ്റെ മുമ്പിൽ കർത്താവ് വെച്ചതാകുന്ന ആ ഓട്ടത്തിന് തടസ്സമായി യാതൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ആ പൗലോസ് അപ്പോസ്തലൻ ഒരു ഭാഗത്ത് ഇപ്രകാരം പറയുകയാണ്: ക്രിസ്തുവേശുവിൻ്റെ ദൈവഹിതത്തിൽ നിന്നും എന്നെ അകറ്റുന്നത് ആർ? കഷ്ടമോ സങ്കടമോ ബുദ്ധിമുട്ടുകളോ ആപത്തോ വാളോ ഒന്നിനെ കൊണ്ടും യേശു ക്രിസ്തുവിങ്കിൽ നിന്നും എന്നെ അകറ്റിക്കളയുവാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ കടന്നു പോകുന്ന, നമ്മൾ ജീവിക്കുന്ന ഈ ചുറ്റുപാടുകൾ അതൊക്കെ വളരെ വ്യത്യസ്തമായ പ്രത്യാഘാതങ്ങൾ ഉളവാക്കുന്ന സാഹചര്യങ്ങളാണ് ഉള്ളത്. എങ്കിൽ പോലും അവിടെയൊക്കെയും ക്രൂശിക്കപ്പെട്ട യേശു ക്രിസ്തുവിലുള്ള വിശ്വാസവും പ്രത്യാശയും ദൈവവചനത്തിൻ്റെ ഉപദേശവും യഥാർത്ഥമായി ഹൃദയംഗമായി പോറ്റി പുലർത്തുന്ന, അതിനെയൊക്കെ പരിപാലിക്കുന്ന, ദൈവവചനത്തിനൊത്തവണ്ണം ജീവിക്കുവാൻ മനസ്സ് കാണിക്കുന്ന ഒരു വ്യക്തി അവൻ ഒരിടത്ത് പോലും പരാജയപ്പെട്ടു പോകുവാൻ, അല്ലെങ്കിൽ ഒരിടത്ത് പോലും അവൻ വിശ്വാസ ത്യാഗിയായി കടന്നു പോകുവാൻ ഇടയായി തീരുകയില്ല എന്നതാണ് ദൈവത്തിൻ്റെ വചനം നമ്മോട് പ്രബോധിപ്പിക്കുന്നത്. ആയതിനാൽ ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസവും പ്രത്യാശയും വർദ്ധിച്ചു വരുമാറാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ പാവങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ആടുകളുടെയും മാടുകളുടെയും കോലാട്ടുകൊറ്റന്മാരുടെയും കുറുമ്പ്രാവുകളുടെ രക്തങ്ങൾക്കൊന്നും നമ്മെ ശുദ്ധീകരിക്കുവാൻ സാധിക്കാതിരിക്കുമ്പോൾ, ജീവന്റെ മറുവില കൊടുക്കാൻ സാധിക്കാതിരിക്കുമ്പോൾ, നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി ഈ ഭൂമിയിൽ ക്രൂശിലെ മരണത്തോളം തന്നെ അവൻ താഴ്ചയുള്ളവനായി തീർന്നു. യേശു തൻ്റെ മഹത്വവും മാനവും പുകഴ്ചയും ഒക്കെ വിട്ടുകളയുവാനിടയായി തീർന്നു. എന്തിനാന്ന് വെച്ചാൽ നമ്മെ ഓരോരുത്തരെയും നീതീകരിക്കുവാൻ, നമ്മെ ഓരോരുത്തരെയും നിത്യമായ രക്ഷയിലേക്ക് നയിക്കപ്പെടുവാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവൻ ദരിദ്രനായി തീർന്നു. അതുകൊണ്ടാണ് വേറൊരു ഭാഗത്ത് പറയുകയാണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവൻ സമ്പന്നനായിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ അറിയുന്നില്ലയോ? അതുകൊണ്ട് ഇന്ന് ഈ മാധ്യമത്തിലൂടെ എന്നെ കേൾക്കുന്ന ബഹുമാന്യരും ആദരണീയരുമായ പ്രിയപ്പെട്ടവരെ, പൗലോസ് അപ്പോസ്തലന്റെ വാക്കിനെ ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഏറ്റുപറയുകയാണ്. നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു അവൻ സമ്പന്നനായിരുന്നു. എന്നാൽ അവൻ്റെ ദാരിദ്ര്യത്താൽ നമ്മൾ ഓരോരുത്തരും സമ്പന്നരാകേണ്ടതിന് നമുക്ക് വേണ്ടി ക്രിസ്തു യേശു ദരിദ്രനായി തീർന്നു. ആ യേശു മരിച്ചടക്കപ്പെട്ടു, മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും മഹിമയുടെ സിംഹാസനത്തിൽ നമുക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധി മധ്യസ്ഥത അണയ്ക്കുന്നു. ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നും അകറ്റിക്കളയുവാൻ യാതൊന്നിനും സാധ്യമല്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ കർത്താവിന് വേണ്ടി കൂടുതൽ സമർപ്പിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ എന്നുള്ളതായ ആശംസകളോടെ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.